ഓം ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധകാന്ഡം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആദ്യമായിട്ട് യുദ്ധത്തിന് പോകുന്ന ധൂമ്രാക്ഷൻ. ആ ധൂമ്രാക്ഷനെ ഹനുമാൻ വധിക്കുന്നു. പിന്നെ പുറപ്പെട്ടു പോയ വജ്രദംഷ്ട്രനെ അംഗദൻ വധിച്ചു. അതിനുശേഷം രാവണൻ അകമ്പനെയാണ് യുദ്ധത്തിനായിട്ട് നിയോഗിക്കുന്നത്. സേനാപതിയായ അകമ്പനൻ വലിയ സൈന്യത്തോടുകൂടി ആ വാനരന്മാരോട് യുദ്ധത്തിന് പോകുന്നു. അകമ്പനൻ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്ന സമയത്ത് പല ദുർനിമിത്തങ്ങളും കണ്ടെങ്കിലും അതിനൊന്നും മാനിക്കാതെ യുദ്ധത്തിന് പുറപ്പെട്ടു പോയി. പല ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായി. തേർക്കുതിരകൾക്ക് തളർച്ചയുണ്ടായി, ഇടത്തെ കണ്ണ് വിറച്ചു, മുഖം വിവർണമായി, സുദിനം കൊടുങ്കാറ്റോടുകൂടിയ ദുർദിനമായി മാറി. പക്ഷിമൃഗങ്ങളെല്ലാം ഭയാവഹമായ ക്രൂര ശബ്ദത്തിൽ ശബ്ദിച്ചു. ഇങ്ങനെ ദുർനിമിത്തങ്ങളെല്ലാം കണ്ടെങ്കിൽ അതിനൊക്കെ മാനിക്കാതെ അകമ്പനൻ ആ സൈന്യത്തോടുകൂടി അവരോട് യുദ്ധത്തിന് പുറപ്പെട്ടു. അതുമാതിരി തന്നെ രാക്ഷസൻ പോകുമ്പോൾ കടൽ കലങ്ങുമാർ വലിയൊരു ശബ്ദമുണ്ടായി. ആ ശബ്ദത്താൽ ഭയപ്പെട്ട കുരങ്ങന്മാരെല്ലാവരും മരങ്ങളും മലകളുമെല്ലാം പറിച്ചെടുത്തുകൊണ്ട് പടവെട്ടാൻ തയ്യാറായി നിന്നു. രാവണന്മാർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ കവി രാക്ഷസന്മാർ തമ്മിൽ മഹാരൗദ്രമായ യുദ്ധം നടന്നു. എല്ലാവരും അതിബലന്മാരാണ്, ശൂരന്മാരാണ്. ഏവരും പർവ്വത തുല്യന്മാരാണ്. ആ വാനരന്മാരും രാക്ഷസരും തമ്മിൽ കൊല്ലാനൊരുങ്ങി. പോരിൽ അതിബലവാന്മാരായ അവർ ഉയർത്തുന്ന ശബ്ദവും ക്രോധത്തോടെ അന്യോന്യം ഗർജിക്കുന്നതും കേൾക്കായി. വാനരന്മാരും രാക്ഷസന്മാരും ഉയർത്തിയ ചുവന്ന പൊടിപടലം തിങ്ങി നിറഞ്ഞ് 10 ദിക്കും മറച്ചു. ഗംഭീരമായിട്ടുള്ള പോരാട്ടമാണ് രാക്ഷസന്മാരും ആ വാനരന്മാരും തമ്മിൽ അവിടെ നടന്നത്. അതിൽ പൊടിപടലങ്ങൾ പറഞ്ഞ് തമ്മിൽ അവർക്ക് കാണാൻ സാധിക്കാതെ സ്വന്തക്കാരെ തന്നെ അവർ അറിയാതെ വധിച്ചുപോയി. അങ്ങനെ രാക്ഷസന്മാരുടെയും വാനരന്മാരുടെയും ചോര വീണ് അവിടെ മുഴുവൻ ഭൂമി കുതിർന്നു. അങ്ങനെ പൊടിപടലം അണഞ്ഞു. ഗംഭീരമായിട്ട് വീണ്ടും യുദ്ധം തുടരാണ്. അവരെ കുമുദൻ, നളൻ, മൈന്ദൻ, വിവിധൻ എന്ന വാനരന്മാരെല്ലാവരും അതിനിടയിൽ വന്ന് ആ രാക്ഷസന്മാരോടടുത്തു. വീരന്മാരായ വാനര നായകന്മാരെല്ലാവരും അരക്കന്മാരുടെ പടത്തലയിൽ മരം കൊണ്ട് കളിയായി വമ്പിച്ച വിനാശം വരുത്തി. ആ കവി വീരന്മാരെല്ലാവരും രാക്ഷസന്മാരെ വധിച്ചു. അവർക്ക് അനേകം വിനാശം കണ്ടിട്ട് അകമ്പനൻ അവിടേക്ക് സഹായിക്കാനെത്താണ്. വാനരോത്തമന്മാർ ചെയ്ത മഹത്തായ പ്രവൃത്തി കണ്ട് അകമ്പനൻ പോരിൽ കഠിനമായ കോപം പൂണ്ടു. ശത്രുക്കളുടെ കർമ്മം കണ്ട് അരിശം മുഴുത്ത അകമ്പനൻ വിശിഷ്ടമായ വില്ലിട്ടുലച്ചുകൊണ്ട് സാരഥിയോട് പറഞ്ഞു. സാരഥിയോട് അകമ്പനൻ പറയാണ്, ഈ കരുത്തന്മാരായ വാനരന്മാർ പോരിൽ അനേകം രാക്ഷസന്മാരെ കൊന്നുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ അവിടേക്ക് നീ രഥം തെളിക്കൂ. എൻ്റെ തീരിനെ അങ്ങോട്ട് തെളിച്ചു കൊണ്ടുപോകൂ. മഹാബലവാന്മാരും ഭീമാകാരന്മാരുമായ വാനരന്മാർ മരങ്ങളും മലകളും ആയുധമാക്കി എൻ്റെ നേർക്ക് നിൽക്കുന്നു. ഈ യുദ്ധക്കൊതിയന്മാരെ എനിക്ക് തന്നെ വധിക്കണം. ഇവർ രാക്ഷസ സൈന്യത്തെ മുഴുവൻ മർദ്ദിച്ചതായി കാണുന്നു. തേരാളിത്തലവനായ അകമ്പനൻ പായുന്ന കുതിരകളുള്ള തേരിലിരുന്ന് ദൂരെ നിന്ന് ശരജാലങ്ങൾ കൊണ്ട് വാനരന്മാരെ എയ്തു. തേരാളിത്തലവനായ അകമ്പനൻ പായുന്ന കുതിരകളുള്ള തേരിലിരുന്ന്
ദൂരെ നിന്ന് ശരജാലങ്ങൾ കൊണ്ട് വാനരന്മാരെ നേർക്ക് എയ്തു. മർക്കടന്മാരും പോരിൽ നിൽക്കാൻ പോലും ശക്തരായി. ആ വാനരന്മാർക്ക് അകമ്പനനെ നേരിടാൻ കഴിയാതായി. അവരെല്ലാം അകമ്പനന്റെ അമ്പുകളേറ്റ് പിളർക്കപ്പെട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. മഹാബലവാനായ ഹനുമാൻ ആ സുജനങ്ങൾ ഇങ്ങനെ മൃത്യുവക്ത്രത്തിൽ പെടുന്നത് കണ്ട് അടുത്തെത്തി സഹായിക്കാനായിട്ട്. വീരന്മാരായ വാനരോത്തമന്മാരെല്ലാം പോരിൽ ആ മഹാവാനരനെ കണ്ട് സന്തോഷത്തോടെ ഒത്തൊരുമിച്ച് ചുറ്റി നിന്നു. ബലവാനായ ആ ഹനുമാനെ ആശ്രയിച്ചതിനാൽ അവരും ബലവാന്മാരായി തീർന്നു. വാനരോത്തമനായ അവർ അടിപതറാതെ നിൽക്കുന്ന ഹനുമാനെ കണ്ട് അത്യധികം സന്തോഷിച്ചു. ആ ഒന്നിച്ചു നിന്നു. അവര് യുദ്ധത്തിന് തയ്യാറായി. അകമ്പനൻ ഗിരിതുല്യനായി നിൽക്കുന്ന ഹനുമാന്റെ മേൽ മഹേന്ദ്രശൈലത്തിൽ മഴ എന്ന പോലെ ശരമാരി വർഷിച്ചു. ശരം കൊണ്ട് ഹനുമാന്റെ നേർക്ക് ഒരു വർഷം തന്നെ ചെയ്തു. മഹാബലവാനായ അവൻ ശരീരത്തിൽ തറച്ച മൂർച്ചയുള്ള കൂരമ്പുകളെ വകവയ്ക്കാതെ അകമ്പനനെ വധിക്കാൻ മനസ്സുകൊണ്ടുറച്ചു. തൻ്റെ നേർക്ക് ആ ശരീരത്തിൽ തറച്ച ശരങ്ങളെല്ലാം ഹനുമാൻ വകവയ്ക്കാതെ തന്നെ അകമ്പനനെ വധിക്കാൻ തയ്യാറായി. മഹാതേജസ്വിയും മാരുതപുത്രനുമായ ഹനുമാൻ അട്ടഹസിച്ചുകൊണ്ട് ഭൂമി കുലങ്ങുമാറ് ആ രാക്ഷസന്മാർക്ക് നേരെ ഓടിച്ചെന്നു. തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ഗർജിക്കുന്ന അവന്റെ രൂപം ആളിക്കത്തുന്ന അഗ്നി പോലെ അടുക്കാൻ കഴിയാത്തതായി. ഹനുമാനെ പറയുന്നതാണ്. തേജസ് കൊണ്ട് ജ്വലിക്കുന്ന ഹനുമാന്റെ അടുത്തേക്ക് ആർക്കും അടുക്കാൻ കഴിയാത്ത വിധത്തിലായി. തനിക്ക് ആയുധമില്ലെന്നറിഞ്ഞ് കോപമാർന്ന കപിപുങ്കവൻ വേഗം ഒരു പർവ്വതം പറിച്ചെടുത്തു. ആ വന്മല ഒറ്റക്കൈ കൊണ്ടെടുത്ത് വീരവാനായ വായുപുത്രൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് വട്ടം ചുഴറ്റി. പിന്നെ ഹനുമാൻ രാക്ഷസേന്ദ്രനായ അകമ്പനന്റെ നേർക്ക് പണ്ട് ഇന്ദ്രൻ യുദ്ധത്തിൽ വജ്രായുധവുമേന്തി നമുജിയുടെ നേർക്ക് എന്ന പോലെ ഓടിയെടുത്തു. ഓങ്ങിപ്പിടിച്ച ആ മലമുടി കണ്ട് അകമ്പനൻ അകലെ വെച്ചു തന്നെ അർദ്ധചന്ദ്രാകൃതിയാർന്ന മഹാബാണങ്ങൾ കൊണ്ട് അത് തകർത്തു കളഞ്ഞു. ആ മലയെ തകർത്തു കളഞ്ഞു അകമ്പനൻ. ആ മലമുടി രാക്ഷസശരങ്ങളേറ്റ് ആകാശത്ത് വെച്ച് തന്നെ തകർന്നത് കണ്ട് ഹനുമാൻ ക്രോധമൂർച്ഛിതനായി. കോപമതം പൂണ്ട കവി മാമല പോലെ ഉയർന്ന ഒരു മരുതുമരം കണ്ടെത്തി. ഒരു മല പോലെ ഉയർന്നിരിക്കുന്ന മരുതുവൃക്ഷം കണ്ടെത്തി അത് പറിച്ചെടുത്തുകൊണ്ട് രാക്ഷസന്റെ നേർക്കടുത്തു. മഹാതേജസ്വിയായ മാരുതി വണ്ണമുള്ള മരുതുമരം കയ്യിലെടുത്ത് അട്ടഹസിച്ചുകൊണ്ട് അത്യുത്സാഹത്തോടെ വട്ടം ചുഴറ്റി. ക്രോധം മുഴുത്ത കവി കാൽവയ്പ് കൊണ്ട് ഊഴി പിളർന്നു. അതിവേഗം ഓടി നടന്ന് തുടയൂക്ക് കൊണ്ട് മരങ്ങൾ ഒടിച്ചു. ആനകളെയും ആനപ്പടയാളികളെയും തേരുകളെയും ഭീമാകാരന്മാരായ രാക്ഷസന്മാരെയും കാലാൽ പടകളെയും ഹനുമാൻ ഹനിച്ചു. കലിമുഴുത്ത കാലനെ പോലെ പ്രാണഹരനായ ഹനുമാൻ മരവുമേന്തി നിൽക്കുന്നത് കണ്ട് രാക്ഷസന്മാർ ഓടി രക്ഷപ്പെട്ടു. രാക്ഷസന്മാർക്ക് ഭയാവഹനായ അവൻ ക്രോധത്തോടെ ഓടിയെടുക്കുന്നത് കണ്ട് വീരനായ അകമ്പനൻ ക്ഷോഭിച്ചു അലറി. ആ അകമ്പനൻ ശരീരം പിളർക്കുന്ന നിശിതങ്ങളായ 14 ശരങ്ങൾ കൊണ്ട് വീരവാനായ ഹനുമാനെ മുറിവേൽപ്പിച്ചു. കൂർത്ത മുനയുള്ള ശരങ്ങൾ തറയ്ക്കപ്പെട്ട വീരനായ ഹനുമാൻ മരങ്ങൾ മുളച്ച മല പോലെ കാണപ്പെട്ടു. മഹാകായനും മഹാബലവാനും മഹാവീര്യവാനുമായ അവൻ പുഷ്പിച്ച അശോകവൃക്ഷം പോലെയും പുകയില്ലാത്ത അഗ്നി പോലെയും ശോഭിച്ചു. ഹനുമാനെ കണ്ടാൽ പുഷ്പിച്ചു നിൽക്കുന്ന അശോകം പോലെ തോന്നും, അല്ലെങ്കിൽ പുകയില്ലാത്ത ജ്വലിക്കുന്ന അഗ്നി പോലെയുമൊക്കെ വിളങ്ങിക്കണ്ടു ഹനുമാൻ. പിന്നെ മറ്റൊരു മരം പിഴുതെടുത്ത് അതിവേഗത്തിൽ രാക്ഷസേന്ദ്രനായ അകമ്പനന്റെ തലയിലിടിച്ചു. കോപിഷ്ഠനും മഹാത്മാവുമായ വാനരേന്ദ്രന്റെ വൃക്ഷം കൊണ്ടുള്ള തല്ലേറ്റ് ആ രാക്ഷസൻ നിലം പതിച്ചു മരിച്ചു വീണു. രാക്ഷസന്മാരെല്ലാം രാക്ഷസേന്ദ്രനായ അകമ്പനൻ കൊല്ലപ്പെട്ടത് കണ്ട് ഭൂകമ്പത്തിൽ മരങ്ങൾ എന്ന പോലെ പേടിച്ചു വിറച്ചു. മറ്റു രാക്ഷസന്മാരെല്ലാം അത് കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഓടുകയാണ്. പരാജിതരായ രാക്ഷസന്മാരെല്ലാം ആയുധങ്ങൾ ഉപേക്ഷിച്ച് വാനര സൈന്യത്താൽ തുരത്തപ്പെട്ട് പേടിച്ചരണ്ട് ലങ്കയിലേക്ക് പാഞ്ഞു. പരാജിതരായ അവർ മാനം കെട്ട് മുടി ചിന്നി
പരിഭ്രാന്തരായ വിയർത്തൊലിക്കുന്ന ദേഹത്തോടെ പേടിച്ച് ഓടിപ്പോയി. അവർ തമ്മിൽ തിക്കിത്തിരക്കി പേടിച്ച് പുരിയിൽ പ്രവേശിച്ചു. വെളിവില്ലാതെ കൂടെ കൂടെ പിന്നോക്കം നോക്കിക്കൊണ്ടുപോയി. രാക്ഷസന്മാരെല്ലാവരും ഭയപ്പെട്ടുകൊണ്ട് ലങ്കയിലേക്ക് ഓടിപ്പോയി. ആ രാക്ഷസഗണം ലങ്ക പൂകിയപ്പോൾ കരുത്തന്മാരായ കവികളെല്ലാം ഒന്നിച്ചു ചേർന്ന് ഹനുമാനെ മാനിച്ചു, പൂജിച്ചു. ഹനുമാനാണല്ലോ ഇത്ര വലിയ മഹാകൃത്യം ചെയ്തത്. ആ ഹനുമാനെ എല്ലാവരും പൊക്കിയെടുത്തിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചു. സത്വസമ്പന്നനായ ഹനുമാൻ സാമോദം ആ വാനരന്മാരെയെല്ലാം യഥായോഗ്യം ആദരവോടെ പ്രതിപൂജിക്കുകയും ചെയ്തു. ഹനുമാനും ആ വാനരന്മാരെ വേണ്ട പോലെ ആദരവോടുകൂടി തിരിച്ചും പൂജിച്ചു, മാനിച്ചു. വിജയോത്തമന്മാരായ വാനരന്മാർ യഥാശക്തി ആർത്തലറി അവിടെ മരിക്കാതെ കിടന്നിരുന്ന രാക്ഷസന്മാരെ വീണ്ടും വലിച്ചിഴച്ചു. വാനരവീരനായ മാരുതി ശത്രുനാശകനും ശക്തിശാലിയും ഭീമനുമായ മഹാസുരനെയും ആ രാക്ഷസന്മാരെയും പടത്തലയിലെത്തിക്കൊന്ന് വിഷ്ണുവിനെ പോലെ വിജയം വരിച്ചു. വീരശോഭ നേടി വിളങ്ങി എന്ന് പറയുന്നു. അപ്പോൾ ദേവഗണങ്ങളെല്ലാം ഹനുമാനെ വാഴ്ത്തിസ്തുതിച്ചു. രാമൻ സ്വയം വാഴ്ത്തിസ്തുതിച്ചു. രാമനും ലക്ഷ്മണനും സുഗ്രീവനും വാനരന്മാരെല്ലാവരും മഹാബലവനായ വിഭീഷണനും ആ വാനരേന്ദ്രനായ ഹനുമാനെ വാഴ്ത്തിസ്തുതിച്ചു. ഹനുമാന്റെ സ്തുതിയാണ്, ഹനുമാന്റെ വീരപരാക്രമമാണ് നമ്മളിവിടെ കണ്ടത് ഈ അധ്യായത്തിൽ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ആഞ്ജനേയം മഹാവീരം രാമസീതാപ്രിയങ്കരം സർവസൽഗുണസമ്പന്നം വന്ദേ ശ്രീമാരുതാത്മജം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീരാമചന്ദ്രാശരണം. ഹരേ ഗുരുവായൂരപ്പ കൃഷ്ണ. ശ്രീരാമചന്ദ്രാശരണം. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.